അപ്പം നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഒരു റെസിപ്പി കണക്ക് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ലെങ്കിലും പക്ഷെ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വളരെ സിമ്പിളാണ്. അത്യാവശ്യം വെളുത്തുള്ളിയൊക്കെ വേണം. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് അല്പം എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അപ്പം എടുക്കാം. അത് കഴുകി എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു പാൻ എടുക്കാം. ഞാൻ ടിന്നിൽ ആണ് മേടിച്ചിരിക്കുന്നത് ഗ്രീൻ പീസ്. ഇത് അപ്പോൾ വേവാൻ നമുക്ക് ഒരുപാട് സമയം ആവശ്യമില്ല, കുതിർത്ത് വെക്കണ്ട. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. അപ്പം ഇങ്ങനത്തെ ടിന്നിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നമ്മൾ പുറത്തുള്ളവർക്ക് പെട്ടെന്നൊരു കറി കൂട്ടി നമുക്കൊരു ചപ്പാത്തിയോ ദോശയോ ഇടിയപ്പമോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ, ഞാനിപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടിന്നിൽ മേടിച്ചിട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഞാൻ പൈപ്പിൽ കഴുകിയെടുത്താണ്. അതോടെ ഒഴിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷെ കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാൻ എടുത്തു, എണ്ണ ഒഴിച്ചു, അത് ഇനി നന്നായിട്ട് ചൂടാണം. അപ്പം ഞാൻ ആവശ്യമുള്ള 2 മസാലയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുകൊക്കെ ഇടുക. കടുകിട്ട് മൂപ്പിച്ച് നമ്മൾ ഉള്ളി വെളുത്തുള്ളിയും ഇട്ട് പിന്നെ പച്ചമുളകും ഇട്ട് പിന്നെ ഒരിത്തിരി മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തതും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മൂത്ത് വരിക. അതായത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ട് നല്ല മൂപ്പിച്ച് വരിക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ജർമ്മൻ പയ്യ അതിൻ്റെ മണം അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ആ മണം, ഞാൻ ഇവിടെ എപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും അവന് ഇതിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് അതിനെപ്പറ്റി പറയായിരുന്നു. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു അവന് കൊടുക്കണോ വേണ്ടി നിൽക്കും. പിന്നെ മുളകൊക്കെ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും ഇതായി. കാരണം പൊതുവെ വിദേശികളെ എരിവ് കുറവാണല്ലോ കഴിക്കുന്നത്. ഞാനും എരിവ് കുറച്ചാണ് കഴിക്കുന്നത്. പക്ഷെ പച്ചമുളക് കണ്ടപ്പോൾ ആളൊന്ന് പേടിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തു. ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഇത് വെന്ത് വന്ന സാധനമാണ്. പക്ഷേ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചു. ഇച്ചിരി നല്ല കുറുകിയ പരുവം വേണം. നിങ്ങൾക്ക് തേങ്ങാപ്പാലില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ കലക്കി ഒഴിക്കാം. ഞാൻ കോൺഫ്ലോർ കലക്കി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില കട്ട് ചെയ്യാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പം നമ്മൾ അവസാനം ഇങ്ങനെ മല്ലിയിലേക്ക് ഇട്ട് വരും. എൻ്റെ പൊന്നെ, നല്ല രസമാണ്. മണവും ടേസ്റ്റും ഒക്കെ നല്ലതാണ്. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കൂ.